അനന്തശയനം. പേരിൽ തന്നെ ഉണ്ടല്ലേ, അനന്തശയനം, ശ്രീപത്മനാഭൻ്റെ കിടപ്പ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ദെൻ പതുക്കെ റൈറ്റ് കാലും മടക്കി തൊടയുടെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു പോസിൽ എൻജോയ് ചെയ്യുക. പതുക്കെ ഹെഡ് ഇങ്ങനെയോ വെക്കാവുന്നതാണ്. ദെൻ ലെഫ്റ്റ് ലെഗ് പതുക്കെ കൊണ്ടുവരിക. അപ്പോൾ ബോഡി എത്രത്തോളം പറ്റും അത്രത്തോളം കൊണ്ടുവന്ന് ഹെഡ് തൊടാൻ ശ്രമിക്കുക. ആൻഡ് മെയിൻറ്റെയിൻ ദ പോസ്. നമസ്കാരം, ഞാൻ സംഗീത പത്മകുമാർ. ആരോഗ്യ കൗമുദിയിലെ എല്ലാ പ്രേക്ഷകർക്കും യോഗ ഹീലിംഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആസനാസ് ആണ്. അപ്പം എല്ലാവർക്കും ഈ നിന്നുകൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കിടന്നുകൊണ്ട് ചെയ്യുന്നതിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറവാകുന്ന പോലെ തോന്നാറുണ്ട്. കാരണം കൈയും കാലും പൊക്കുന്നതൊക്കെ കുറച്ച് പാടാണ് എന്നുള്ളൊരു തോന്നലുണ്ട് എല്ലാവർക്കും. അത് എങ്ങനെ നമുക്ക് മാറ്റാം? കുഞ്ഞു എക്സസൈസിൽ കൂടെ അല്ലെങ്കിൽ ആസനാസിൽ കൂടെ അതെങ്ങനെ നമുക്ക് മാറ്റാമെന്ന് നോക്കാം. അനന്തശയനം പേരിൽ തന്നെ ഉണ്ടല്ലേ, അനന്തശയനം, ശ്രീപത്മനാഭൻ്റെ കിടപ്പ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അനന്തശയനം ആസനം അതെങ്ങനെയാണെന്ന് നോക്കാം. പതുക്കെ മലർന്ന് കിടക്കുക. മലർന്നതിന് ശേഷം ഇടത്തേക്ക് കൈ കുത്തി തിരിഞ്ഞ് ഈ ഒരു പോസിൽ, നമ്മൾ വീട്ടിലൊക്കെ റെസ്റ്റ് ചെയ്യുന്ന ഒരു പോസ് ഉണ്ടായിരിക്കും, ഇടയ്ക്ക് ബെഡിലൊക്കെ കിടക്കുന്ന ഒരു പോസ് ഉണ്ടായിരിക്കും. ഇടത് കൈ തലയുടെ പുറത്തേക്ക് വെച്ച് വലത് കൈ ഈ ചെസ്റ്റിൻ്റെ ഇവിടേക്ക് വെച്ച് കിടക്കുക. ഈ ഒരു പോസിൽ എൻജോയ് ചെയ്യുക. പതുക്കെ ഹെഡ് ഇങ്ങനെയോ വെക്കാവുന്നതാണ്. ദെൻ പതുക്കെ റൈറ്റ് കാലും മടക്കി തൊടയുടെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ആൻഡ് മെയിൻറ്റെയിൻ ദ പോസ്. ഈ ഒരു പോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഹെഡ് അപ്പ് ചെയ്ത് വെക്കുക. 1 2 3 4 5 6 7 8 9 10. പതുക്കെ തള്ളവിരൽ പിടിച്ച് പതുക്കെ കാല് അപ്പ് ചെയ്ത് നോക്കുക. മുട്ട് മടങ്ങാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുക. ആൻഡ് മെയിൻറ്റെയിൻ ദ പോസ്. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു മുട്ട് മടങ്ങി പോകുന്നുണ്ട് അല്ലെങ്കിൽ മുട്ട് ബാലൻസ് ആയിട്ട് പോകുന്നുണ്ട് എങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു താങ്ങ് കൊടുക്കുക. അപ്പോൾ കാലിനെ ഒരാൾ പിടിച്ച് നിർത്തുന്ന പോലെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും. ഇങ്ങനെ കാല് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ഗ്രിപ്പ് ഉണ്ടാവും. അപ്പം ഇത് ആദ്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബാലൻസ് ഒക്കെ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പോസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ബാക്ക് ടു നോർമൽ. ബാക്ക് ടു ഏത് സ്ഥിതിയിലാണോ നമ്മൾ പോയത് അതുപോലെ തന്നെ ബാക്ക് ടു നോർമലിലേക്ക് പോവുക. എക്സൈൽ ചെയ്ത് ബാക്ക് ടു നോർമലിലേക്ക് പോവുക. കൈ താഴേക്ക് വെക്കുക. റിലാക്സ് ചെയ്യുക. ഒരു 3 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് ഇൻഹൈൽ എക്സൈൽ കൊടുത്ത് റിലാക്സ് ചെയ്യുക. ഈ സെയിം സാധനം തന്നെയാണ് ഇപ്പം നമ്മൾ ചെയ്ത സെയിം ഇത് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോൾ പതുക്കെ വലത് കൈ തലയ്ക്ക് ഒരു താങ്ങായി വെക്കുന്നു. ഇടത് കൈ ചെസ്റ്റിൻ്റെ ഇവിടേക്ക് വെക്കുന്നു. പതുക്കെ ഇടത് കാല് സൈഡിലേക്ക് വെക്കുന്നു. ആൻഡ് മെയിൻറ്റെയിൻ ദ പോസ്. ഈ ഒരു പോസിൽ എൻജോയ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ദെൻ പതുക്കെ ഇടത് കാല് പൊക്കുക. ഇടത് കാല് പൊക്കി മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. പതുക്കെ ബാക്ക് ടു നോർമൽ. എവിടെയാണോ സ്ഥിതി തുടങ്ങിയത് അവിടേക്ക് തന്നെ ബാക്ക് ടു നോർമലിലേക്ക് പോവുക. പതുക്കെ പോകുന്നു. ദെൻ കൈ താഴെ വെച്ച് ഈ ഒരു പോസിൽ റെസ്റ്റ് ചെയ്യുക. പതുക്കെ ഇൻഹൈൽ എക്സൈൽ കൊടുത്ത് ഈ ഒരു പോസിൽ റെസ്റ്റ് ചെയ്യുക. അനന്തശയനാസനം. ഇത് കാലിൻ്റെ സ്ട്രെങ്തനിങ് കൂട്ടാനും നമ്മുടെ ഈ സൈഡിലെ ഫാറ്റൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ്. കാലിൻ്റെ വണ്ണം കുറയാനും ഒക്കെ നല്ലതാണ്.
ഒരുപാട് പേർക്ക് അപ്പർ ബോഡിയിലായിരിക്കും ഫാറ്റ് കൂടുതലുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഈ അനന്ത ശയനാസന ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അടുത്ത ആസനയിലേക്ക് പോകാം. നൗകാസനം. നൗകാസനം എങ്ങനെയാണെന്ന് നോക്കാം. നൗകാസനം 1ഉം 2ഉം ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തെ ഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം. പതുക്കെ മലർന്നു കിടക്കുക. മലർന്നു കിടക്കുക. കാലെല്ലാം കുറച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക. കൈകൾ കമഴ്ത്തി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക. ഒരു 3 ടൈംസ് ഇൻഹൈൽ എക്സൈൽ കൊടുത്തോളൂ. ഇൻഹൈൽ കൊടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളുന്നതായിട്ടും എക്സൈൽ ചെയ്യുമ്പോൾ അകത്തേക്ക് ചുരുങ്ങുന്നതായിട്ടും ഒക്കെ ഒന്ന് ശരീരത്തിനെയും മനസ്സിനെയും ശ്വാസത്തിനെയും ശ്രദ്ധിച്ചൊന്ന് കിടക്കുക. കിടന്നതിന് ശേഷം നൗകാസനം 1ആം ഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം. പതുക്കെ കൈകൾ പൊക്കുക, കാലുകൾ പൊക്കുക ആൻഡ് മെയിൻറ്റെയിൻ ദ പോസ്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ചെയ്ത് ശ്വാസം വിടുന്നു. കൈയും കാലും ഹോൾഡ് ചെയ്യുന്നതാണ് മെയിനായിട്ട് ഈ നൗകാസനത്തിൽ ചെയ്യുന്നത്. അത് മലർന്നു കിടന്ന്, അതാണ് 1ആം ഘട്ടം. ഇതൊരു 3 to 5 വരെ ശവാസനം കൗണ്ട് ചെയ്ത് ശവാസനത്തിലൊന്ന് ഡീപ്പ് സ്ലീപ്പ് കൊടുക്കുക. നൗകാസനമൊക്കെ ഒരു എക്സസൈസ്, ഒരു ആസനാസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കംപ്ലീറ്റ് ബോഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രെച്ചിങ് ആണ്. അത് ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഡയറക്റ്റ് ശവാസനത്തിലേക്ക് പോവാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൗകാസനം 2ആം ഘട്ടം. അപ്പോൾ 1ആം ഘട്ടത്തിൽ മലർന്നു കിടന്നും 2ആം ഘട്ടത്തിൽ കമിഴ്ന്ന് കിടന്നുമാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. കമിഴ്ന്ന് കിടക്കുക. ആദ്യം കമിഴ്ന്ന് കിടക്കുക. മകരാസനയിൽ കിടന്ന് ശ്വാസത്തിൻ്റെ ഒരു പ്രക്രിയ ശ്രദ്ധിക്കുക. ഇൻഹൈൽ എക്സൈലൊക്കെ കൊടുത്ത് ശ്വാസത്തിൻ്റെ പ്രക്രിയ സ്വന്തമായി ഒന്ന് നിരീക്ഷിക്കുക. അതിനുശേഷം പതുക്കെ ബോഡിയും ഫിസിക്കലി മെൻ്റലി ഒരു പ്രിപ്പയറിങ് കൊടുക്കുക. നൗകാസനം 2ആം ഘട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള ഒരു അറിവ് സ്വയം കൊടുക്കുക. പതുക്കെ ഹെഡ് അപ്പ് ചെയ്യുക, കൈ അപ്പ് ചെയ്യുക, ലെഗ് അപ്പ് ചെയ്യുക ആൻഡ് മെയിൻറ്റെയിൻ ദ പോസ്. 1 2 3 4 5 6 7 8 9 10. എക്സൈൽ ചെയ്ത് വളരെ പ്രഷറോടുകൂടി ശ്വാസം പുറത്തേക്ക് വിട്ട് എക്സൈൽ ചെയ്ത് നൗകാസനം പോസ് എങ്ങനെയായിരുന്നു എന്ന് സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നൗകാസനം 1ഉം 2ഉം മെത്തേഡ് വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. ആദ്യം ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മലർന്ന് കിടന്ന് കൈയും കാലും പൊക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം ശ്വാസം പിടിച്ച് ആദ്യം ഒരു 5 ടൈംസ് കൗണ്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 10 പതുക്കെ പതുക്കെ അതിൻ്റെ ടൈം കൂട്ടിക്കൊടുക്കുക. ഒരു 25 ഒക്കെ വരെ കൗണ്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ടൊരു സ്ലിം അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങണം, പെട്ടെന്ന് നമ്മുടെ തടി കുറയ്ക്കണം എന്നുള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്ന വളരെ നല്ലതാണ്. പെട്ടെന്നുള്ള റിസൾട്ട് ഉണ്ടാവും. പ്ലാങ്ക് പൊസിഷൻ, ദണ്ഡാസനമൊക്കെ പോലെ തന്നെ ഉള്ളൊരു ആസനാസാണ് നൗകാസനം 1ഉം 2ഉം. നമുക്ക് അടുത്ത ആസനയിലേക്ക് പോകാം. പവന മുക്താസനം എങ്ങനെയാണെന്ന് നോക്കാം. മലർന്നു കിടന്ന് ഇടത് കൈ പുക്കിളിന് മുകളിലേക്കും വലത് കൈ പുക്കിളിന് താഴേക്കും വെക്കുക. ദെൻ ശ്വാസം നന്നായി ശ്രദ്ധിച്ച് ബോഡിയെ ഒന്ന് കാമാക്കുക. ശ്വാസത്തെ പഴയ പോലെ കൊണ്ടുവരിക. വാ തുറന്ന് തന്നെ ശ്വാസം പുറത്തേക്ക്. പതുക്കെ റൈറ്റ് കാല് മടക്കി തല ഉയർത്തി തൊടാൻ ശ്രമിക്കുക. ആൻഡ് മെയിൻറ്റെയിൻ ദ പോസ്. 1 2 3 4 5 6 7 8 9 10. Exhale. Then left leg പതുക്കെ കൊണ്ടുവരിക. അപ്പോൾ ബോഡി എത്രത്തോളം പറ്റും എത്രത്തോളം കൊണ്ടുവന്ന് ഹെഡ് തൊടാൻ ശ്രമിക്കുക. ആൻഡ് മെയിൻറ്റെയിൻ ദ പോസ്. 1 2 3 4 5 6 7 8 9 10.
പവനമുക്താസനം. വളരെ എളുപ്പമാണിത് ചെയ്യാൻ. തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ദെൻ പതുക്കെ 2 കാലുകളും മടക്കി കൊണ്ടുവരിക. ദെൻ ഒരുമിച്ച് ഇൻ്റർലോക്ക് ചെയ്ത് പതുക്കെ ഹെഡ് മുട്ടിക്കാൻ ശ്രമിക്കുക. റിലാക്സ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാം. ശവാസനയിലേക്ക് ചെന്ന് റിലാക്സ് ചെയ്യുക. കൈയും കാലും എല്ലാം വിടർത്തി വെച്ച് നന്നായി ഡീപ്പ് സ്ലീപ്പ്, ഒരു ശവാസനം 15 to 20 വരെ മിനിറ്റ്സ് നിൽക്കുന്ന ശവാസനം കൊടുത്ത് അവസാനിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു എപ്പിസോഡിൽ വേറെ കുറച്ച് ആസനാസും ഹെൽത്തി ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശുഭദിനം.